ഈ ചാനൽ ചർച്ചകളിലെ മുഖമാകുന്ന ഒരു ഘടകമാകുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന നേതാക്കൾ പിന്നീട് സ്ഥാനാർത്ഥികളാകുകയും മത്സരിക്കുകയും എം പിമാരൊക്കെ ആയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. എം ഷാനവാസിനെ പോലുള്ള നേതാക്കളൊക്കെ ആ രൂപത്തിൽ തന്നെ വന്നതാണ്. ഇന്ത്യ വിഷൻ കാലത്താണ് അദ്ദേഹം ചർച്ചകളിൽ തുടർച്ചയായി വരികയും അങ്ങനെയാണ് അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഷമാ മുഹമ്മദ് എന്നൊരു കോൺഗ്രസ് നേതാവ്, ദേശീയ വക്താവ് തന്നെയാണ്. ഇവിടെ മാത്രമല്ല, ദേശീയ ചാനലുകളിലടക്കം പാർട്ടിക്ക് വേണ്ടി അതിശക്തമായി പോരാടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്. ഷമാ മുഹമ്മദ് ആരുമല്ല എന്നാണ് ഇവിടെ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞത്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശരിയാണ്. ഇപ്പോൾ സീറ്റ് നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു മാന്യത കാണിക്കുകയും അവരെ അത് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടില്ല എന്ന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ക്ഷമയും പരസ്യമായിട്ടാണ് പറഞ്ഞതെന്നാൽ പോലും പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ വനിത, പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ, ക്ഷമയൊക്കെ നമുക്കറിയാം നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു ഒരാൾ, ഒരു വനിത, ഏറ്റവും ശക്തിയായ ഒരു വനിത തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഒരു പക്ഷേ ഉള്ളിൽ അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ പാർട്ടി നേതൃത്വത്തിന് അവരെ കണ്ട് സംസാരിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിലപ്പുറത്തേക്ക് ചില പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നതൊന്നും ഒട്ടും ശരിയല്ല. അങ്ങനെ അവരുടെ ഒരു ആത്മവീര്യത്തെ നശിപ്പിക്കുന്നതൊന്നും ഒരു ശരിയായ പ്രവണതയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതെന്തായാലും ആ പാർട്ടിയാണ് അതൊക്കെ ആലോചിക്കുന്നത്. എങ്ങനെയായാലും ഏത് വിഭാഗത്തിലായാലും സ്ത്രീകളോട് സംസാരിക്കുന്ന രീതിയിൽ, സ്ത്രീകളുകളെ കാണുന്ന കാഴ്ചപ്പാട്, അവിടെയാണല്ലോ നമ്മൾ ആ കുട്ടികളെയൊക്കെ ഒരു കാണുന്നതിലുള്ള ഒരു രീതിയാണ്, ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് തിരുത്താൻ പറ്റുന്നില്ല ഇപ്പോഴും എന്നുള്ളതാണ്. ഏത് നേതൃത്വത്തിലായാലും ഇപ്പോഴും ആ ബോധം ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളാണ് ഇതിൻ്റെ അധികാരികൾ. ആ അധികാരം വിട്ടൊഴിയാനോ അത് വിട്ടൊഴിയുമ്പോൾ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ഒരു ബോധം ഇപ്പോഴും ആണുങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല. മാറ്റം വേണം എന്ന് പറയുന്നത് എവിടെ മാറും എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ആ സമയത്ത് സംവരണമൊന്നും പാസ്സാകുമെന്ന് നമുക്കാർക്കും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവിടെയും ആണുങ്ങൾ നിയമമായി കഴിഞ്ഞു. പക്ഷെ അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട്. സെൻസസ് വേണം, അത്തരം കാര്യങ്ങളുണ്ട്. മണ്ഡല പുനർനിർണയം നിയമം മാത്രമല്ല, നിയമം വന്നതുകൊണ്ട് മാത്രം അത് അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കണം, അതിനെ നടപ്പാക്കുന്ന പ്രായോഗികമായിട്ടിലേക്ക് വരണം. അതിലേക്ക് വന്നിട്ടില്ലല്ലോ. അതിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് അടുത്ത കാലത്തൊന്നുമില്ല. അതിന് സെൻസസ് ഏത് കാലത്ത് നടക്കാനാണ്? എന്തിനാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വെച്ചത്? വേണ്ടല്ലോ. സെൻസസ് നടന്നിട്ട് ഇത് നടത്തുമെന്നുള്ള ചില ഇതൊക്കെ അതിനകത്തേക്ക് വെച്ചതൊക്കെ അത് നടപ്പാക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ സ്ത്രീകളുടെ വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമേ BJP ഗവൺമെൻറ്റും കാണിയുന്നുള്ളൂ എന്നാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഒരു കണ്ണിൽ പൊടിയിടൽ തന്ത്രമായിട്ട് എനിക്കതിനെ കാണാൻ കഴിയൂ. അല്ലാണ്ട് അത് ആത്മാർത്ഥമായിട്ട് സ്ത്രീകൾ രംഗത്തേക്ക് വരണം എന്ന് വിചാരിച്ചുള്ള ഒരു നിയമമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പക്ഷേ വനിതകൾ ഒരുപാട് വന്നു കഴിഞ്ഞല്ലോ. ഒരു ഘട്ടത്തിൽ അത് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന പരിഹാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ 50% സംവരണക്കാര്യത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ രൂപത്തിൽ അത് ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പതുക്കെയാണെങ്കിലും അത് സാധ്യമാകുന്നില്ലേ? സാധ്യമാകുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് മാത്രമല്ല നമ്മൾ നോക്കൂ, ഇപ്പം പിന്നെ പോരാട്ട വേദികളിൽ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് സ്ത്രീകളുടെ ഒരു ഇടപെടൽ പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല. എന്തൊരു ബോൾഡായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. അത് ഈ സംവരണമൊന്നും നോക്കിയിട്ടല്ല, അല്ലാതെ തന്നെ ഊർജ്ജസ്വലമായിട്ട് വരാനും കാര്യങ്ങൾ പഠിക്കാനും ഇടപെടാനുമുള്ള കഴിവുള്ള ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പേര് മാറ്റം. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ നമുക്കറിയാം, മിക്ക പഞ്ചായത്തുകളിലും ഭരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് എത്ര കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നറിയുമോ? വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് എല്ലാ മേഖലകളിലും അവർക്ക് സ്വയം ഇപ്പോൾ പൊതുരംഗത്തുള്ള രാഷ്ട്രീയമായിട്ടില്ലാത്ത സ്ത്രീകൾ തന്നെ അവർ സംഘടിച്ച് പല പരിപാടികളും പ്രക്ഷോഭങ്ങളും നമ്മൾ നടത്തുന്നത് കാണുന്നുണ്ടല്ലോ. ഇപ്പം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു പെൺ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിഭാഗം രംഗത്ത് സംവരണമല്ല, തുല്യതയാണ്. അതെ, 50% അതൊരു പ്രധാന വിഷയമാണ്. സംവരണമല്ല, തുല്യതയാണ്. അതിനു വേണ്ടിയിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും പുതിയ തലത്തിലേക്ക്, അതൊന്നും ആണുങ്ങളുടെ നിർദ്ദേശപ്രകാരമല്ല, സ്ത്രീകൾ സ്വയം മുന്നോട്ട് വന്ന് ചെയ്യുക. അപ്പോൾ കഴിവില്ലാഞ്ഞിട്ടോ ആശയങ്ങളില്ലായിട്ടുള്ളോ ഒന്നുമല്ല അവർ വരാതിരിക്കുന്നത്. അത് ഈ തരത്തിലുള്ള പിടിച്ചു വലിക്കലാണ്. പക്ഷെ അതിൽ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം എല്ലാ വിഭാഗത്തിൻ്റെയും ഭാഗത്തുണ്ട്. അത് അധികാരത്തിൽ മാത്രമല്ല, ഞാനത് പറയാം, അധികാരത്തിൽ മാത്രമല്ല മറ്റെല്ലായിടത്തും സ്ത്രീകൾ ആ തരത്തിൽ മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ.